പ്രവേശനോത്സവമാണ്. ഉദ്ഘാടനം കഴിഞ്ഞില്ല. ഞാൻ തിരക്കിടയിൽ വന്നതാണ്. ചെയർപേഴ്സണായിട്ടുള്ള ഇവരോട് സംസാരിച്ചിട്ടിപ്പം നമുക്ക് പേരൻസിനോട് സംസാരിക്കുന്നതായിരിക്കും നല്ലത്. അവർക്കൊന്നും മനസ്സിലാകത്തില്ല. നിലവിൽ നമുക്ക് ഞാൻ പറഞ്ഞുകൊണ്ട് എല്ലാ അംഗനവാടികളിലും നമ്മൾ പറഞ്ഞുകൊണ്ട് വരുന്നതാണ്. നമ്മുടെ അംഗനവാടികളുടെ നിലവാരം മെച്ചപ്പെടുത്താനായിട്ട് നമ്മളാൽ കഴിയുന്ന എല്ലാവിധ സഹായങ്ങളും നമ്മൾ ഈ അംഗനവാടികളിൽ ചെയ്യാൻ നോക്കുന്നുണ്ട്. നമുക്ക് നമ്മുടെ ടീച്ചർമാരുടെയും ഹെൽപ്പർമാരുടെയും അവർക്ക് എന്ത് ആവശ്യങ്ങളാണെങ്കിലും അവരുടെ കൂടെ നിൽക്കും. പിന്നെ ഇവരുടെ ആദ്യ പടിയാണ്, വിദ്യാർത്ഥി ജീവിതത്തിലെ ആദ്യ പടിയാണ്. ആ ആദ്യ പടി നമുക്ക് ഏറ്റവും സന്തോഷമായിട്ട് അവർക്ക് കൊടുക്കാം. നമുക്ക് ഈ പാട്ടുകളിലൂടെയും എല്ലാം അവർക്ക് കഥകളിലൂടെയും കവിതകളിലൂടെയൊക്കെ അവർക്ക് അവരുടെ ബുദ്ധി വളർച്ചയും അവർക്ക് മാനസികാരോഗ്യ വളർച്ചയൊക്കെ നമുക്ക് ഉറപ്പുവരുത്താം. ഒരു നല്ല അധ്യയന വർഷമാകട്ടെ. പിന്നെ 1ാം ക്ലാസ്സിലേക്ക് പോകുന്ന എൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾക്ക് ആശംസകൾ. പുതുതായിട്ട് വന്ന കുട്ടികൾക്ക് ആശംസകൾ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി. ഒരുപാട് മാറ്റങ്ങളുണ്ട്. പല വീടുകളിലെ ബുദ്ധിമുട്ടുകൾ മാറ്റാൻ വേണ്ടിയിട്ട് കുഞ്ഞുങ്ങൾ നമ്മൾ അംഗൻവാടി കൊണ്ടുവരുന്ന ആ കാഴ്ച കണ്ടാണ് നമ്മളെല്ലാം വന്നിട്ടുള്ളത്. പക്ഷെ ഇപ്പൊ അതിൽ നിന്നൊക്കെ ഒരുപാട് മാറി കുഞ്ഞുങ്ങൾക്ക് അംഗൻവാടിയിൽ നിന്ന് എന്തെല്ലാം അറിവുകൾ കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ അവരുടെ പോഷകാഹാരങ്ങള് എല്ലാം അങ്ങനെ എല്ലാം കാര്യങ്ങൾ അംഗൻവാടിയിൽ നിന്ന് ഇപ്പം കിട്ടുന്നുണ്ട്. പിന്നെ ഒരു കുഞ്ഞിനെ സംബന്ധിച്ച് അതിന്റെ സ്വഭാവ രൂപീകരണം എന്ന് പറയുന്നത് കുടുംബത്തിൽ നിന്നാണ്. ആദ്യം നമ്മളെ ഒബ്സർവ് ചെയ്യുന്നത് കുടുംബത്താണ്. അച്ഛനമ്മ കുടുംബാംഗങ്ങൾ അവരിൽ നിന്നെല്ലാം ഉള്ള സ്വഭാവമാണ് കുഞ്ഞുങ്ങൾ കണ്ടുവരുന്നതും വളരുന്നതും. അതിൽ നിന്നും നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആദ്യമായിട്ട് നമ്മുടെ അംഗൻവാടിയിലാണ്. ഇപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു എന്റെ പ്രവൃത്തികളായിരിക്കും കുഞ്ഞുങ്ങളത് ഒബ്സർവ് ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ 3 വയസ്സ് തൊട്ട് അനുകരണ സ്വഭാവം തുടങ്ങുന്ന ആ സമയത്ത് നമ്മളിൽ നിന്നുണ്ടാകുന്ന എല്ലാ ചലനങ്ങളും നമ്മുടെ രീതികളും കുഞ്ഞുങ്ങള് അത് അനുകരിക്കാൻ ശ്രമിക്കും. അപ്പൊ ആദ്യത്തെ കുഞ്ഞുങ്ങളുടെ ആദ്യത്തെ ഒരു ചവിട്ടുപടിയാണ് ഈ അംഗൻവാടി എന്ന് പറയുന്നത്. അതിനെ അത്രയും വില കൊടുത്താൽ നിങ്ങൾ പേരൻസിനും കാണണം. അംഗൻവാടി എന്ന് പറയുമ്പോൾ നിസ്സാരമായിട്ട് കാണരുത്. ഒരുപാട് കാര്യങ്ങൾ പൈസ കൊടുത്ത് ലക്ഷങ്ങൾ കൊടുത്ത് പ്ലേ സ്കൂളുകളിലേക്ക് വിടുമ്പോൾ അവിടുന്ന് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ അറിവ് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ മനസ്സിലാക്കി ഞങ്ങളുടെ ട്രെയിനിങ്ങും ഞങ്ങൾ പഠിച്ച അറിവും അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് എന്തൊക്കെ ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റും എന്നുള്ളൊരു ആത്മവിശ്വാസമുണ്ട്. അത് മനസ്സിലാക്കുക. കുഞ്ഞുങ്ങളെ ഞങ്ങളുടെ കൈകളിലേക്ക് വിടുമ്പോൾ ഒരു 9:30 തൊട്ട് 3:30 വരെ ഞങ്ങളുടെ കൈകൾ അവർ സുരക്ഷിതമായിരിക്കും എന്നൊരവസ്ഥാണ് ഇപ്പൊ ഞങ്ങൾക്ക് തരാനുള്ളത്. എന്തായാലും ഇവിടെ വന്നിട്ടുള്ള എല്ലാവർക്കും ഇത് നന്ദി അറിയിക്കുകയാണ്. ആദ്യം അംഗൻവാടിയുടെ ഉദ്ഘാടനത്തിന് നമ്മുടെ ബഹുമാനപ്പെട്ട വാർഡ് മെമ്പർ ശ്രീമതി സുശീല ചേച്ചിയെ ക്ഷണിക്കുന്നു. പിന്നെ സീരിയസ് കല്യാണത്ത് ADS സുശീല ചേച്ചി, ജയ ചേച്ചി പിന്നെ റസലമ്മ, എന്റെ എല്ലാ പ്രിയപ്പെട്ട സുലോചനമ്മ, പിന്നെ എന്റെ എല്ലാ രക്ഷകർത്താക്കൾക്കും എന്റെ കുഞ്ഞുങ്ങൾക്കും എല്ലാവർക്കും സ്വാഗതം. പിന്നെ എന്റെ കൗമാരമായിട്ടുള്ള ഒരു മോളാണ് അഞ്ജന. എല്ലാ കാര്യങ്ങൾക്കും ഞാൻ പറയുമ്പോൾ ഇവിടെ വരികയും അവർക്ക് പഠിക്കുന്ന രീതിയിൽ എല്ലാവരുടെ പ്രശ്നം ചെയ്യും. ഇന്ന് ആളുടെ കണക്കിനാണ് ഒരു കേക്ക് ഞാൻ പോലും അറിഞ്ഞില്ല. സർപ്രൈസ് ആയിരുന്നു അഞ്ജന. അതിന് മോട്ടും നന്ദി അറിയിക്കുന്നു. എന്തായാലും ഉദ്ഘാടനത്തിന് വേണ്ടി ചേച്ചി സ്വാഗതം ചെയ്യുന്നു. ചെറുപ്രാർത്ഥനയാണ് ഞങ്ങളുടെ കുഞ്ഞുങ്ങളാണ്.
സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി പഠനമാണ് ഇവിടെ പഠിച്ച അംഗനവാടി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. കുഞ്ഞുങ്ങൾ ഇപ്പൊ പുതിയതായിട്ട് വരുന്ന കുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞാൽ അമ്മയുടെ അടുത്ത് നിന്നും ഇവിടേക്ക് വരികയാണ്. അപ്പൊ അതിൻ്റെതായ ഒരു സംരക്ഷണം ഇവിടെയുള്ള ടീച്ചറായാലും ആ കുഞ്ഞിനെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഞാനത് സംസാരിക്കാനുള്ളത് എല്ലാം ഉണ്ടാക്കിയെടുക്കണം. പിന്നെ അതേപോലെ തന്നെയുള്ള രക്ഷിതാക്കളായാലും കുഞ്ഞുങ്ങളെ ആ ഒരു രീതിയിൽ ശ്രദ്ധിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന എനിക്ക് ആരും ശ്രദ്ധിക്കുന്നില്ല. എല്ലാവിധ ആശംസകളും അർപ്പിച്ചോണ്ട് ഇങ്ങോട്ട് നോക്കാം. എടാ വെളിച്ചത്തിൽ